പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. വചനം ശ്രവിച്ച് തിരുവചന ശുശ്രൂഷയിൽ പങ്കെടുത്ത് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ബലപ്പെടുത്താം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 2-ാം വാക്യം. കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു, അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ സ്തുതിക്കും. അവിടുന്നാണ് എൻ്റെ പിതാവിൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ കീർത്തിക്കും. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഈ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൽ നിന്ന് ശക്തി ആർജിക്കുക. ദൈവത്തിൽ നിന്ന് ശക്തി ആർജിച്ചാൽ ആ ശക്തിയെ ആർക്കും പരാജയപ്പെടുത്താനോ തകർക്കുവാനോ സാധിക്കുകയില്ല. ദൈവത്തിൽ നിന്ന് ശക്തി ആർജിക്കാതെ ലോകത്തിൽ നിന്ന് ശക്തി ആർജിക്കാൻ ശ്രമിച്ചാൽ അത് പെട്ടെന്ന് ഏതെങ്കിലും തരത്തിൽ തകർക്കപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവമാണ്. ഒരു ഇടവക ധ്യാനത്തിലാണ് ഞാൻ ആ ചെറുപ്പക്കാരനെ കണ്ടുമുട്ടുന്നത്. ധ്യാനത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും ഏറ്റവും മുൻപന്തിയിലിരുന്ന് കൈ ഉയർത്തി ദൈവത്തെ ആരാധിക്കുകയും വിശുദ്ധ കുർബാനയിലും ആരാധനയിലുമൊക്കെ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്ന ഊർജ്ജസ്വലനായ ഈ ചെറുപ്പക്കാരനുമായി സംസാരിക്കാനായിട്ട് ഇടയായപ്പോൾ ആ ചെറുപ്പക്കാരൻ അവൻ്റെ ജീവിതത്തിലെ അനുഭവം പറയുന്നത് ഇപ്രകാരമാണ്. അവൻ കോളേജ് കാലഘട്ടത്തിൽ അവൻ ശരീരം ഒന്ന് പുഷ്ടിപ്പെടുത്തുവാനായിട്ട് ജിമ്മിലൊക്കെ പോകാനായിട്ട് തുടങ്ങി. ജിംനേഷ്യമൊക്കെ ചെയ്തു. അവസാനം ജിംനേഷ്യത്തിൽ തന്നെ മാസ്റ്ററായി സ്വന്തമായിട്ട് ഒരു ജിംനേഷ്യം അദ്ദേഹം ആരംഭിച്ചു. ആ ജിംനേഷ്യം ബോഡി ബിൽഡിങ് ആരോഗ്യത്തോടെ ഈ ലോകത്തിലെ വസ്തുക്കളും അതുപോലെ തന്നെ ഈ ലോകത്തിലെ മെഡിസിൻസും ഒക്കെ ശരീരത്തിൽ ചേർത്ത് വെച്ച് ശരീരത്തെ ശക്തിപ്പെടുത്തുന്ന പുഷ്ടിപ്പെടുത്തുന്ന ഒരു ആ തലത്തിൽ അവൻ ജീവിക്കുകയായിരുന്നു. അടുത്ത ദേവാലയം ഉണ്ടായിരുന്നിട്ടും അവൻ പള്ളിയിൽ പോകുമായിരുന്നില്ല. ഞായറാഴ്ചകളിൽ പോലും അവൻ വിശുദ്ധ കുർബാനയിൽ പോകാത്ത ഒരു ജീവിതമായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് അവൻ പതിവ് പോലെ ഉണരാനായിട്ടാവാതെ അവൻ മനസ്സിൽ എഴുന്നേൽക്കാൻ ആഗ്രഹിച്ചിട്ടും എഴുന്നേൽക്കാനായിട്ട് അവന് പറ്റുന്നില്ല. രാത്രി ആരോഗ്യത്തോടെ ഉണർന്നവൻ പ്രഭാതത്തിൽ ഉണർന്നു കഴിഞ്ഞപ്പോൾ ഉണരാൻ ഓർമ്മ വന്നു, പക്ഷേ ശരീരം നന്നായി ചലിക്കുന്നില്ല. അവന് ആഗ്രഹമുണ്ട് എഴുന്നേൽക്കണം, പക്ഷേ എഴുന്നേൽക്കാനായിട്ട് പറ്റുന്നില്ല. പെട്ടെന്ന് അവൻ വീട്ടിലുള്ളവരെ വിളിച്ചു. അവരോടി വന്നു അവനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ വിദഗ്ധമായിട്ട് പരിശോധിച്ചിട്ട് പറഞ്ഞു, മാരകമായ ഒരു വൈറസ് രോഗം ഇവൻ്റെ ബ്രെയിനിൽ ബാധിച്ചിരിക്കുകയാണ്. അതാണ് ഈ ശരീരം തളർന്ന അവസ്ഥയിൽ നിൽക്കുന്നത്. അവന് പ്രിയമുള്ളവരെ അവന് സംസാരിക്കാൻ പറ്റും, അവന് ഓർമ്മയുണ്ട്, പക്ഷേ ശരീരത്തിൽ പല ഭാഗങ്ങളും തളർന്ന അവസ്ഥയാണ്. ഈ ഒരു നിർണായക അവസ്ഥയിൽ അവൻ്റെ നിസ്സഹായ അവസ്ഥയിലെത്തി. അവൻ അന്നേ വരെ ദൈവത്തെ ആത്മാർത്ഥയോടെ വിളിച്ചിട്ടില്ല. അവൻ്റെ വീട്ടിലുള്ളവരൊക്കെ പള്ളിയിൽ പോവും, പ്രാർത്ഥിക്കും. അവർ അടുത്തുള്ള ഇടവകയിൽ പറഞ്ഞു, അവർ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആരാധനയുടെ സമയത്തൊക്കെ ഈ ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. പലപ്പോഴും അവൻ പള്ളിയിൽ വരാത്തൊരു ചെറുപ്പക്കാരനായിരുന്നു. അവൻ്റെ വീട്ടിലുള്ളവരൊക്കെ പള്ളിയിൽ പോകും. വൈദികരും മറ്റുള്ളവരും എല്ലാം ശക്തമായിട്ട് ഈ ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. മെഡിക്കൽ സയൻസിനെ പോലും വിസ്മയിപ്പിക്കുന്ന രീതിയിൽ അവൻ ജീവിതത്തിലേക്ക് തിരികെ വന്നു. ആ ദിവസം സൗഖ്യം ലഭിച്ചതിന് ശേഷം അവൻ പിന്നെ വിശുദ്ധ കുർബാനയിൽ നിന്ന്, ദിവ്യകാരുണ്യത്തിൽ നിന്ന്, യേശുവിൽ നിന്ന്, വചനത്തിൽ നിന്ന് മാറി നടക്കാനായിട്ട് അവൻ ഒരു നിമിഷം പോലും ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇടവകയിൽ എന്ത് കൺവെൻഷനും എന്ത് ശുശ്രൂഷകളും ഉണ്ടെങ്കിലും അവൻ ഏറ്റവും മുമ്പിലായിരിക്കും. വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും അവൻ പങ്കെടുക്കും. അവൻ്റെ അനുഭവം എന്നോട് പങ്കുവയ്ക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. ശക്തി പ്രാപിക്കേണ്ടത്, ശക്തി ആർജിക്കേണ്ടത് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നാണ്. ഈ ചെറുപ്പക്കാരൻ ഈ അനുഭവങ്ങൾ പറഞ്ഞിട്ട് മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. അച്ഛാ, ഈ രോഗം വന്നിട്ട് ഞാൻ സൗഖ്യം പ്രാപിച്ചു, പിന്നെ എല്ലാ ദിവസവും മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പോകും, ബൈബിള് വായിക്കും, അതുപോലെ ദിവ്യകാരുണ്യമൊക്കെ സ്വീകരിക്കും, ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കും, ശക്തി ആർജിച്ചു. കാരണം ഇവിടെയൊക്കെ പോകുമ്പോൾ എനിക്കൊരു വലിയ ശക്തി നിറയുന്നുണ്ട്.
ഞാൻ കഴിഞ്ഞ കാലത്തെ ജീവിതവുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ അവസ്ഥ ഒന്ന് ഞാൻ പരിശോധിച്ചപ്പോൾ പണ്ട് കാലത്തെ ആ ശക്തിയേക്കാൾ ഇപ്പോൾ അനുഭവിക്കുന്ന ശക്തി ഒരു വലിയ ശക്തി തന്നെയാണ്. ഒരു വലിയ ശക്തിയാണ്. ആർക്കും നശിപ്പിക്കാനാവാത്ത ശക്തി, ആർക്കും നശിപ്പിക്കുവാനാവാത്ത ശക്തി എന്ന് ഈ ചെറുപ്പക്കാരൻ എന്നോട് പങ്കുവയ്ക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവം ശക്തിപ്പെടുത്തുവാനായിട്ട് നമ്മളെ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് നമ്മൾ ശക്തി ആർജിക്കാനായിട്ട് പരിശ്രമിക്കണം. ഈ ലോകത്തിലുള്ള സംവിധാനങ്ങളിൽ നിന്നും ഈ ലോകത്തിലുള്ള ടെക്നിക്കുകളിൽ നിന്നുമല്ല നമ്മൾ ശക്തി നേടേണ്ടത്. ഏതെങ്കിലുമൊക്കെ ചില അഭ്യാസങ്ങളിലൂടെ ശക്തി നേടിയെടുക്കാം, ശരീരത്തിൽ ജീവൻ ആർജിക്കാമെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിനേക്കാൾ ശക്തനായ ഒരു ദൈവം നമുക്കുണ്ടെന്ന് നമ്മൾ മറന്നു പോകരുത്. ജോഷയുടെ പുസ്തകം 1-ാം അധ്യായം 9 ജോഷയോട് പറയുക, ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലേ? നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ കൂടെ നടന്ന് ഒരു ദൈവം നമ്മളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുവെന്നുള്ള തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഏതവസ്ഥയിലൂടെ പോയാലും നമ്മൾ ശക്തരായിരിക്കും. ദാവീദിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നില്ലേ? സാമുവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകത്തിൽ 16-ാം അധ്യായം 3 അന്നു മുതൽ കർത്താവിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ മേൽ ശക്തമായി ആവസിച്ചു. ദാവീദിൻ്റെ ജീവിതം മുഴുവനും കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചു കൊണ്ടുള്ളതായിരുന്നു. ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിച്ച ജീവിതമായിരുന്നു ദാവീദിൻ്റേത്. അതുകൊണ്ടാണ് ഗോലിയാത്തിനെ തകർക്കുവാനായിട്ട് ധീരതയോടെ ഇറങ്ങി പുറപ്പെട്ടത്. കാരണം കൂടെ ഒരു ദൈവമുണ്ട്. തൻ്റെ ജീവിതത്തിൽ കൂടെ നടന്ന ഒരു ദൈവത്തെ ദാവീദ് മനസ്സിൽ കൊണ്ടു നടന്നതുകൊണ്ട് ഗോലിയാത്തിൻ്റെ മുമ്പിൽ പോകാൻ ഭയം വന്നില്ല. അവൻ്റെ ശരീരപ്രകൃതി, ഗോലിയാത്തിൻ്റെ ശരീരപ്രകൃതിയും അവൻ്റെ ആ വില്ലാളി വീരനായ അവൻ്റെ ആ ആക്രോശവുമൊക്കെ മറ്റുള്ളവരെ ഭയപ്പെടുത്തിയപ്പോൾ ഈ ഇടയ ബാലനായ ദാവീദിന് അത് ഭയം തോന്നാതിരുന്നത് ജീവിക്കുന്ന ഒരു ദൈവം, സർവശക്തനായ ഒരു ദൈവം തൻ്റെ കൂടെയുണ്ട്, അവൻ ശക്തിപ്പെടുത്തുമെന്നുള്ള ചിന്തയായിരുന്നു. പ്രിയമുള്ളവരെ, ഒരു സംഭവം, ഒരു കുഞ്ഞ് കുട്ടി അവൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപരിചിതനായ ഒരുവൻ വന്ന് ആ ഗേറ്റിൽ ഒന്ന് തട്ടി അവൻ്റെ അപ്പൻ്റെ പേര് വിളിച്ചപ്പോൾ ഈ പയ്യൻ ഈ കൊച്ചുകുട്ടി പേടിച്ചു നേരെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കയറി. അദ്ദേഹം അവിടെ നിന്ന് കുറേ നേരം വിളിച്ചു. പക്ഷേ എന്നിട്ട് ആരും റെസ്പോൺസ് ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം തിരിച്ചുപോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഈ കുട്ടി പഴയതുപോലെ അവൻ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മനുഷ്യൻ വീണ്ടും ആ ഗേറ്റിൽ വന്ന് തട്ടി ഇവൻ്റെ അപ്പൻ്റെ പേര് വിളിച്ചു. ഇവൻ ഉടനെ അവിടെ ധൈര്യമായിട്ട് നിന്നിട്ട് ആ മനുഷ്യനോട് ചോദിച്ചു, എന്താണ് വേണ്ടത്, ആരെയാണ് വേണ്ടത്, ആരെയെ കാണാനാണെന്ന് ചോദിച്ചു. പെട്ടെന്ന് ഈ മനുഷ്യൻ അത്ഭുതമായി. പണ്ട് നേരത്തെ തന്നെ കണ്ടിട്ട് പേടിച്ചോടുന്ന കുട്ടി ഇന്ന് പേടിക്കാതെ നിൽക്കുക. അപ്പോൾ ഈ മനുഷ്യൻ ആ ഗേറ്റിലൂടെ അങ്ങോട്ട് അല്പം കൂടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ അപ്പൻ ഈ വീടിൻ്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ കൊച്ചിനെ ബലപ്പെടുത്തിയത്, കാരണം വേറൊരാൾ വന്ന് നിന്നിട്ടും ഭയം കൂടാതെ അവിടെ നിൽക്കാനായിട്ട് ഈ കുഞ്ഞിന് സാധിച്ചത് ഈ അപ്പൻ അടുത്തുണ്ടെന്നുള്ള ആ ഒരു ബോധ്യമായിരുന്നു. ആദ്യ സമയത്ത് അവൻ ഓടി. കാരണം ഈ മനുഷ്യൻ വന്ന് ഗേറ്റിൽ തട്ടിയപ്പോൾ തന്നെ അവൻ വീടിൻ്റെ അകത്തേക്ക് ഓടി ചെന്ന് ഇരിക്കുക. കാരണം അന്ന് അപ്പൻ അവിടെ ഇല്ലായിരുന്നു, അപ്പൻ പുറത്തെവിടെയോ പോയിരുന്നു. അതുകൊണ്ടാണ് അവൻ ഓടിക്കയറി വീട്ടിൻ്റെ അകത്ത് കയറിയിട്ട് ഒളിച്ചങ്ങനെ തന്നെ ഇരുന്നു. എന്നാൽ ഈ പ്രാവശ്യം ഈ മനുഷ്യൻ ഗേറ്റിൽ വന്ന് തട്ടി കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞു പയ്യൻ ധൈര്യത്തോടെ നിന്നിട്ട് ആ മനുഷ്യനെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, ആരെ വേണം, എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഈ മനുഷ്യന് അത്ഭുതമായി. അപ്പോഴാണ് ഈ മനുഷ്യൻ തിരിച്ചറിയുന്നത് അവൻ്റെ അപ്പൻ അവൻ്റെ അടുത്ത് തന്നെ അപ്പുറത്ത് മാറി നിൽപ്പുണ്ട്. പ്രിയമുള്ളവരെ, ശക്തി പ്രാപിച്ചാൽ, ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിച്ചാൽ ഇതേപോലെ നമുക്കും ഭയപ്പെടുത്തുന്ന പ്രശ്നങ്ങളുടെ നടുവിലും ധീരതയോടെ നമുക്ക് നിൽക്കാനായിട്ട് പറ്റും. ദാവീദിൻ്റെ ജീവിതത്തിലുടനീളം ദൈവം കൂടെയുണ്ടെന്നുള്ള ആ ഒരു അവബോധമാണ്. ഇതാണ് ദാവീദിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. കർത്താവ് എൻ്റെ ഇടയനാവുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. കാരണം അവൻ എൻ്റെ കരം പിടിച്ചിരിക്കുകയാണെന്ന്, ദൈവമാണ് എന്നെ വഴി നടത്തുന്നതെന്നുള്ള ആ ഒരു തിരിച്ചറിവുള്ളത് കൊണ്ട് ദാവീദ് എപ്പോഴും ദൈവത്തിൽ നിന്ന് ശക്തി ആർജിച്ചുകൊണ്ടിരുന്നു. മക്കബേയക്കാരുടെ 1-ാം പുസ്തകത്തിൽ 3-ാം അധ്യായം 19 നമ്മൾ കാണുന്നുണ്ട്, സൈന്യത്തിൻ്റെ വലിപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിൻ്റെ വിജയം, ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത്.
മക്കബേയക്കാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 19 വചനം പറയുക, സൈന്യത്തിൻ്റെ വലിപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിൻ്റെ വിജയം, ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത്. യഥാർത്ഥ ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത്. മക്കബേയക്കാരുടെ 2-ാം പുസ്തകം 8-ാം അധ്യായം 18 ഇസ്രായേൽ ജനം പറയുന്നത് ഇങ്ങനെയാണ്: അവർ ആയുധങ്ങളിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. ഞങ്ങൾക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും ഒരങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കുവാൻ കഴിയുന്ന സർവശക്തനിലാണ് ഞങ്ങളുടെ പ്രത്യാശ. കാരണം ആ ശക്തി ഒരു അനുഗ്രഹമാണെന്ന് അവർക്കറിയാം. ആയുധങ്ങളിലും സാഹസികൃത്യങ്ങളിലും ആശ്രയിക്കുന്നതിനേക്കാൾ ശക്തിയാണ് ഈ ദൈവത്തിൻ്റെ ശക്തി. യേശയ്യാപ്രവാചകന്റെ പുസ്തകം 40:31 പറയുകയാണ്, 40-ാം അധ്യായം 31, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. കാരണം ദൈവത്തോട് ആശ്രയിച്ച് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നതിന് പെട്ടെന്ന് തളർച്ച ആരെയും തളർത്താനായിട്ട് പറ്റില്ല. ഈ ലോകത്തിലെ ശക്തികൾക്ക് അവരെ തകർക്കാനായിട്ട് പറ്റില്ല. കാരണം അവരുടെ ഉള്ളിലുള്ള ശക്തി ലോകത്തേക്കാൾ വിസ്മയിപ്പിക്കുന്ന ഒരു ശക്തിയാണ്. നിരന്തരം വിശുദ്ധ കുർബാനയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയെ പെട്ടെന്ന് തോൽപ്പിക്കാനായിട്ട് പറ്റില്ല. ഒരു ജീവിതത്തിലെ ഒരു പ്രതികൂല സാഹചര്യത്തിനോ ഒരു പരാജയത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കിംവദന്തികൾക്കോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തകർക്കാൻ പറ്റുകയില്ല. കാരണം അവൻ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിക്കുന്ന ദൈവത്തിൽ നിന്നാണ്. വിശുദ്ധ കുർബാനയിൽ നിന്ന് ഒഴുകുന്ന ശക്തി അതൊരു അമൂല്യമായ, കാരണം വിശദീകരിക്കാനാവാത്ത ശക്തിയാണ്. ലോകത്തെ പോലും വിസ്മയിപ്പിക്കുന്ന ശക്തിയാണ്. കാരണം വൈദ്യശാസ്ത്രം പോലും വിസ്മയിപ്പിക്കുന്ന ശക്തിയാണ് വിശുദ്ധ കുർബാനയിൽ നിന്ന് വ്യക്തികളിലേക്ക് ഒഴുകിയിറങ്ങുന്നത്. വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്ന പലരും പറയും, അച്ഛാ, ഒരു ദിവസം വിശുദ്ധ കുർബാന നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ എന്തോ ശരീരത്തിൽ നിന്ന് ശക്തി ചോർന്നു പോകുന്ന അവസ്ഥയാണ്. ആ ഊർജം നിലനിൽക്കുന്നത്, ശരീരത്തിൽ ഞങ്ങൾക്ക് ശക്തി ഉണ്ടെന്ന് അനുഭവപ്പെടുന്നത് ഓരോ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുത്തിട്ട് ആ ദിവസം ഞങ്ങൾക്ക് പ്രവർത്തിക്കുമ്പോൾ അവിടെ ഒരു ഊർജമുണ്ട്. കാരണം ആ ഊർജം ഈ ലോകത്തിൽ ആർക്കും തരാൻ പറ്റില്ല. രാവിലെ എഴുന്നേറ്റിട്ട് നിരന്തരം നടന്ന് എക്സസൈസ് ചെയ്താൽ കിട്ടുന്ന ഊർജമല്ല അത്. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബോഡി ബിൽഡിങ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ജിമ്മിൽ ചെന്നിട്ട് അല്ലെങ്കിൽ കുറേ എക്സസൈസ് ചെയ്ത് കിട്ടുന്ന ഒരു ശക്തിയല്ല ആ ഒരു ശക്തി. ഈ ലോകത്തിലെ വൈറ്റമിൻസും അങ്ങനെയുള്ള വസ്തുക്കൾ, ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ ലഭിക്കുന്ന ഒരു ശക്തിയല്ല ആ ശക്തി. ഇവർ പറയുന്നുണ്ട് ദൈവത്തിൽ നിന്ന് ശക്തി ആർജിക്കുക എന്ന് പറയുമ്പോൾ ദൈവം നിലനിർത്തിയിരിക്കുന്ന സംവിധാനങ്ങളിലൂടെ നമ്മൾ ശക്തി ആർജിക്കണം. അത് ഒന്നാമത് ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി ആർജിക്കാനായിട്ട് കഴിയണം. ദൈവത്തിൽ നിന്ന് ശക്തി ആർജിക്കുക എന്ന് പറഞ്ഞാൽ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് ശക്തി ആർജിക്കുക. വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് അവൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് ശക്തി ആർജിക്കുക. ആ ശക്തിയെ കീഴ്പ്പെടുത്താൻ ലോകത്തിലെ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. കാരണം അവിടെ ഈശോ തന്നെ പറയുന്നില്ലേ, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ലോകത്തിൽ ഞെരുക്കങ്ങളുണ്ടാകും, നിങ്ങൾക്ക് പീഡനങ്ങൾ നേരിടേണ്ടി വരും, ഒരുപക്ഷെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ നിങ്ങളുടെ മേൽ കടന്നു വരും. അപ്പോഴൊക്കെ നിങ്ങൾ ഭയപ്പെടേണ്ട, കാരണം ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ലോകത്തെ കീഴടക്കിയ ഒരു കർത്താവ് കൂടെയുണ്ട്, അരികിലുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് യഥാർത്ഥ ശക്തി. അവൻ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ ശക്തി. യേശയ്യാ 40:29 തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. ലോകത്തിൻ്റെ മുമ്പിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ വീക്കായിട്ടുള്ള മനുഷ്യനാകാം, ദുർബലനാകാം. കാരണം ശരീരത്തിൽ ഒരു ബലമില്ല. പുറമേ കാണുമ്പോൾ ലോകത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ വലിയ മസിൽ പവറും വലിയ സൗന്ദര്യവും ഉയരവും പൊക്കമൊക്കെ കാണണമെന്നില്ല. പക്ഷേ നിസാര മനുഷ്യർ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നടുവിൽ അവരെടുക്കുന്ന നിലപാടുകൾ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. കാരണം ഈ ലോകത്തിൻ്റെ മുമ്പിൽ നല്ല മസിൽ പവർ ഉള്ളവർ ഒരു പ്രതിസന്ധി വരുമ്പോൾ തളർന്ന് നിരാശപ്പെട്ട് ആത്മഹത്യയുടെ പിന്നാലെ ഓടുമ്പോൾ, ജീവിതത്തിൽ ദിവ്യകാരുണ്യവുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തി ലോകത്തിൻ്റെ കണ്ണുകളിൽ ഒരുപക്ഷെ വളരെ സിമ്പിളായിരിക്കും, ഒരാരോഗ്യവും കാണില്ല, അല്ലെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന രൂപപ്രകൃതിയും ആരോഗ്യവും ഒന്നും കാണില്ല. പക്ഷെ അവരെടുക്കുന്ന നിലപാടുകൾ, അവരാ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി നമ്മളെ അത്ഭുതപ്പെടുത്തും. കാരണം എന്താണ്? അവരുടെ ഉള്ളിലിരിക്കുന്നത് ലോകത്തേക്കാൾ വിസ്മയിപ്പിക്കുന്ന ഒരു ശക്തിയാണ്. ലോകത്തേക്കാൾ വിസ്മയിപ്പിക്കുന്ന, ലോകത്തെ തന്നെ വിസ്മയിപ്പിക്കുന്ന ശക്തി അത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 9-ാം വാക്യം, ബലഹീനതയിലാണ്
ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഒരുപക്ഷെ നിനക്ക് ശാരീരികമായി നീ വളരെ വീക്കായിരിക്കാം, ശക്തിയില്ലെന്നുള്ള അവസ്ഥയായിരിക്കാം. എന്നാൽ നിൻ്റെ ഉള്ളിൽ നിൻ്റെ ഈ ബലഹീനതയെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിൽ നിന്ന് ഒരു ശക്തി ആർജിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ നിന്നെപ്പോലും വിസ്മയിപ്പിക്കുന്ന ഒരു ശക്തി നിൻ്റെ ഉള്ളിലേക്ക് ഒഴുകിയിറങ്ങും. അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ദിവ്യകാരുണ്യ ഈശോയുടെ ശക്തി, ദൈവവചനത്തിൻ്റെ ശക്തി. ആ ശക്തിയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. തെസ്സലോനിയക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം, കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യും. കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും. ലോകത്തിൽ എന്തൊക്കെ അസ്വസ്ഥതകൾ, പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ സാധ്യതയുണ്ടെങ്കിലും നമ്മൾ ഈ ശക്തിയിൽ ആശ്രയിച്ചാൽ, ദിവ്യകാരുണ്യ ശക്തിയിൽ ആശ്രയിച്ചാൽ, വചനത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചാൽ, ദിവ്യകാരുണ്യ ആരാധനയുടെ ശക്തിയിൽ ആശ്രയിച്ചാൽ അവിടെ നമ്മുടെ ജീവിതത്തെ ഈ ശക്തി പൊതിഞ്ഞു നിൽക്കും. അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. 91-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, നിൻ്റെ ചുറ്റും 1000-ങ്ങളും 10,000-ങ്ങളും മരിച്ചു വീണേക്കാം, എന്നാൽ നിനക്കൊന്നും സംഭവിക്കുകയില്ല. കാരണം ഈ ശക്തി നിന്നെ പൊതിഞ്ഞു നിൽക്കും. ഈ ശക്തി നിന്നെ പൊതിഞ്ഞു നിൽക്കും. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ നമ്മൾ ഗിദെയോൻ എന്ന് പറഞ്ഞ ഒരു ന്യായാധിപനെ കാണാനായിട്ട് സാധിക്കും. ഈ മനുഷ്യൻ ഭയം ഉള്ള മനുഷ്യനായിരുന്നു. ഭയപ്പെട്ട് അവൻ മിദിയാൻകാരെ ഭയപ്പെട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കുക. കാരണം മിദിയാൻകാർ വന്ന് ഇസ്രായേൽക്കാരെ പീഡിപ്പിക്കും, അവരുടെ വസ്തുവകകൾ കവർന്നെടുക്കുന്നുണ്ട്. ഇസ്രായേൽക്കാർ കൃഷി ചെയ്യുമ്പോൾ ഈ മിദിയാൻകാർ കൂട്ടത്തോടെ വന്ന് ആ കൃഷിയിടങ്ങളൊക്കെ നശിപ്പിക്കും. ആ കൃഷി ഇട്ട സ്ഥലങ്ങൾ അത് വിളവെടുക്കാനായിട്ട് സമയമാകുമ്പോൾ മിദിയാൻകാർ വന്ന് ആ വിളവെല്ലാം എടുത്തുകൊണ്ട് പോകും. ഇങ്ങനെ ഇസ്രായേൽക്കാർ നഷ്ടധൈര്യരായിരിക്കുന്ന അവസരത്തിൽ ആരിൽ നിന്നാണ് ഈ അഭയം, ആ രക്ഷ ലഭിക്കുന്നതെന്ന് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി, ദൈവം ഈ ന്യായാധിപനായ ഗിദെയോനിലേക്ക് ദൈവം ഒഴുക്കുന്നത്. ഭയന്നിരുന്ന മുന്തിരിച്ചക്കിൻ്റെ മറവിൽ മറഞ്ഞിരുന്ന ഗിദെയോൻ്റെ അരികിലേക്ക് ദൈവത്തിൻ്റെ ശക്തി കടന്നു വരികയാണ്. അവനോട് പറയുന്നത് ശക്തനും ധീരനുമായിരിക്കുക. ശക്തനും ധീരനുമായ മനുഷ്യ എന്നാണ് ഗിദെയോൻ അഭിസംബോധന ചെയ്യുന്നത്. എന്നാൽ അവൻ്റെ ഉള്ളു മുഴുവനും ഭയമായിരുന്നു. കാരണം ദൈവം ഒരു വ്യക്തിയെ വിളിക്കുമ്പോൾ അവൻ എങ്ങനെ ആകാൻ പോകുന്നു എന്ന് കണ്ടുകൊണ്ടാണ് ദൈവം വിളിക്കുന്നത്. ബലഹീനനായ ഈ മനുഷ്യനെ ദൈവം ശക്തനാക്കാനായിട്ട്, തൻ്റെ ശക്തിയിലൂടെ ശക്തിപ്പെടുത്താനായിട്ട് കണ്ടുകൊണ്ടാണ് ഈ ഭയന്നിരിക്കുന്ന ഗിദെയോനെ ശക്തനും ധീരനുമായ ഗിദെയോനെ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ജീവിതങ്ങളിലും ഒരുപക്ഷെ ലോകത്തിൻ്റെ മുമ്പിൽ നീ ഏറ്റവും വലിയ കുറവുള്ള ബലഹീനതയുള്ള മനുഷ്യനാകാം. എന്നാൽ ദൈവം നിന്നെ നോക്കി ഇന്ന് വിളിക്കുകയാണ് ശക്തനും ധീരനുമായ മനുഷ്യ. അത് നിൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ നീ ദൈവത്തിൽ നിന്ന് ശക്തി ആർജിക്കണം. ദൈവത്തിൽ നിന്ന് ശക്തി ആർജിക്കണം. എങ്ങനെ ദൈവത്തിൽ നിന്ന് ശക്തി ആർജിക്കണമെന്ന് നമ്മൾ നേരത്തെ കണ്ടു. വചനം, എല്ലാ ദിവസവും ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ശക്തി സ്വീകരിക്കാനായിട്ട് പറ്റും. എല്ലാ ദിവസവും ഒരു 2 അധ്യായം വെച്ച് വിശുദ്ധ വചനം ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ വായിച്ച് അത് മുടക്കമില്ലാതെ കൃത്യതയോടെ വായിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ നിറയും. ആ വചനം എടുത്തു വെച്ച് വായിച്ച വചനത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ആ വചനത്തിൻ്റെ ശക്തി എന്നിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ, ആ വചനത്തിൻ്റെ ശക്തിയാൽ എൻ്റെ ജീവിതത്തിലെ കുറവുകളുടെ മേൽ, ബലഹീനതകളുടെ മേൽ ദൈവിക ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ ആ ശക്തി നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകിയിറങ്ങും. ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി ഒഴുകിയിറങ്ങും. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ ജീവിതത്തിലെ വല്ലാത്ത വിഷമതകളും തകർച്ചകളും കുടുംബത്തിലെ വേദനകളും നൊമ്പരങ്ങളുമായി എല്ലാം തളർന്ന അവസ്ഥയിൽ അവൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ ചെന്നിരുന്നു. മണിക്കൂറുകളോളം ആ ദിവ്യകാരുണ്യ സന്നിധിയിൽ അവൻ ഇരുന്നു. ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഹൃദയം തുറന്ന് ദൈവമേ എന്ന് വിളിക്കാൻ പോലും പറ്റുന്നില്ല അവന്. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പോലും അവൻ അറിയാതെ അവൻ ഈ ദുഃഖത്തിൻ്റെ ഭാരമായി ദുഃഖം ഘനീഭവിച്ച ഹൃദയവുമായിട്ട് അവൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ ചെന്ന് ശാന്തമായിട്ടിരുന്നു. അവനറിയില്ല, അവനവിടെ ഇങ്ങനെ ഇരുന്നു. മണിക്കൂറുകൾ പോയത് അവൻ പോലും അറിഞ്ഞില്ല. അവനങ്ങനെ അറിയാതെ ഉറങ്ങിപ്പോയി. ആ ചാപ്പലിൻ്റെ വാതിൽ അടയ്ക്കേണ്ട സമയമായപ്പോൾ അതടയ്ക്കുവാനായിട്ട് വന്ന ആ വൈദികൻ പെട്ടെന്ന് അവനെ ശ്രദ്ധിച്ചു. കാരണം അവന് ഈ ദേവാലയത്തിൽ, ഈ ചാപ്പലിൽ കടന്നു പോകുന്നതിന് മുമ്പ് അവൻ്റെ മനസ്സും മുഖവും ഒക്കെ വല്ലാത്ത നിരാശയുടേതായിരുന്നു. എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് അവൻ
പുറത്തേക്ക് ഇറങ്ങാനായിട്ട് വന്നപ്പോൾ ഈ വൈദികൻ അവൻ്റെ മുഖം ശ്രദ്ധിച്ചു. പെട്ടെന്ന് അത് നന്നായിട്ട് പ്രസന്നതയോടെ ഒരു പുഞ്ചിരിയോടുകൂടി വൈദികനോട് അവൻ പുഞ്ചിരിച്ചിട്ട് പോകുവാനായിട്ട് അവൻ ഇറങ്ങുമ്പോൾ ആ വൈദികൻ അവനെ തടഞ്ഞു നിർത്തി ചോദിച്ചു, നീ ദേവാലയത്തിൽ ഈ ചാപ്പലിൽ വളരെ വിഷമിച്ച് പ്രയാസത്തോടെയാണ് നീ കയറുന്നത് കണ്ടത്. എന്നാൽ ഇപ്പോൾ നീ ഇറങ്ങിപ്പോകുമ്പോൾ നിൻ്റെ മുഖത്ത് വലിയ പ്രകാശം എന്താണ്? അവൻ പറഞ്ഞു, അച്ഛാ, ഒത്തിരി വിഷമതകളും തകർന്ന മനസ്സുമായിട്ട് ഇനി മുന്നോട്ട് എങ്ങനെ ജീവിക്കും, മരിച്ചാൽ മതിയെന്നുള്ള ചിന്തയോടുകൂടിയാണ് ഞാൻ ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ കടന്നു വന്നിരുന്നത്. പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. എന്ത് പ്രാർത്ഥിക്കണമെന്ന് പോലും അറിയില്ല. ഞാൻ അങ്ങനെ കുറേ നേരം ഈ ദിവ്യകാരുണ്യത്തിൽ നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ അറിഞ്ഞില്ല, ഉറങ്ങിപ്പോയി. ഇപ്പോൾ ഇത് അടയ്ക്കുവാൻ സമയമായപ്പോൾ വന്ന് എന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ ഉണരുന്നത്. എനിക്ക് അറിയില്ല എവിടെ പോയി ഈ ഭാരം, എവിടെ പോയി ഈ ദുഃഖം. ഉള്ളിൽ ഒരു ഊർജം, ഒരു ബലം നിറഞ്ഞതുപോലെ തോന്നുന്നു വച്ചാൽ ദൈവം എന്നെ ശക്തിപ്പെടുത്തിയതായി എനിക്കിപ്പോൾ ഒരു അനുഭവം, ഒരു ബലമുണ്ട്. എന്ത് പ്രതിസന്ധി വന്നാലും ദൈവം എന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്ന് എന്തോ എൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സ് പറയുന്നു. പ്രിയമുള്ളവരെ, ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതാനുഭവം മറ്റൊന്നുമല്ല, ശക്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ശക്തി ഈ ചെറുപ്പക്കാരിൽ ഒഴുകിയിറങ്ങിയതാണ്. ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് നിൻ്റെ വേദനകളുമായി നീ ചെന്നിരിക്കുമ്പോൾ അവിടെ ആ കാരുണ്യത്തിൽ നിന്ന്, ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി ഒഴുകിയിറങ്ങും. ഈശോയുടെ കരുണയുടെ ചിത്രത്തിൽ നിന്ന്, ആ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന കിരണങ്ങൾ പോലെ ദിവ്യകാരുണ്യത്തിൽ നിന്നും അതേ കിരണങ്ങൾ നിൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങി നിന്നെ ശക്തിപ്പെടുത്തും. അപ്പോൾ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ദൈവത്തിൽ നിന്ന് ശക്തി ആർജിക്കുക. ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്തൊക്കെ വലിയ ശക്തി നമ്മളിൽ നിറയും. ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ നിറയും. അപ്പോസ്തല പ്രവർത്തനം നമ്മൾ കാണുന്നില്ല, ഭയന്ന് നിന്ന ആദിമ സഭയിലെ അംഗങ്ങൾ അവർ സർവ്വശക്തനായ ദൈവത്തെ വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ ശക്തി അവരിലേക്ക് ഒഴുകിയിറങ്ങി. പിന്നെ ഇരുമ്പ് കോട്ടകളെപ്പോലും തകർക്കുവാൻ കഴിയുന്ന ആത്മീയമായ ബലം അവർക്ക് ലഭിച്ചു. വന്യമൃഗങ്ങളെപ്പോലും തകർക്കുവാൻ കഴിയുന്ന മനോധൈര്യം അവരുടെ ജീവിതങ്ങളിൽ ഒഴുകിയിറങ്ങി. ദൈവത്തിൽ ശക്തി ആർജിക്കുക, ദൈവത്തിൽ ശക്തി പ്രാപിക്കുക. ഈ ദിനത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിലെ സംവിധാനങ്ങളിൽ നിന്ന്, ലോകത്തിലെ വസ്തുക്കളിൽ നിന്ന്, ലോകത്തിലെ വ്യക്തികളിൽ നിന്ന് ശക്തി ആർജിക്കാതെ ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തിൽ നിന്ന് ശക്തി ആർജിക്കുവാനായിട്ട്, അതിന് ചേർന്ന രീതിയിൽ നിലപാടുകൾ എടുക്കുവാനായിട്ട്, ഈ ശക്തി പ്രാപിക്കുവാൻ ദൈവവചനത്തിൽ ആശ്രയിക്കുന്നവരാകുവാൻ, ദിവ്യകാരുണ്യത്തിൽ ആശ്രയിക്കുന്നവരാകുവാൻ, ദിവ്യകാരുണ്യ ആരാധനയിലും ദൈവത്തെ സ്തുതിക്കുന്ന കൂട്ടായ്മകളിലും പങ്കെടുത്ത് ശക്തി ആർജിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് കരങ്ങൾ കുപ്പി ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെയും നിയോഗങ്ങളെയും കുടുംബങ്ങളെയും തളർന്ന അവസ്ഥകളെയും സമർപ്പിച്ച് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നവനാണല്ലോ. കർത്താവിൽ ആശ്രയിക്കുന്നവരെ ശക്തിപ്പെടുത്തി കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുവാൻ തക്കവിധം അവരെ ബലപ്പെടുത്തുന്ന ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തളർച്ചകളെയും, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിരാശകളെയും നിൻ്റെ ശക്തിയാൽ കീഴ്പ്പെടുത്തുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ദൈവത്തിൽ നിന്ന് ശക്തി ആർജിച്ച് മോശയെപ്പോലെ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, ദാനിയേലിനെ പോലെ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, പഴയ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ അവർ കണ്ടുമുട്ടി അനുഭവിച്ച ദൈവത്തിൻ്റെ ശക്തിയിൽ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൽ നിന്ന് ശക്തി ആർജിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ ആ ശക്തി പ്രഘോഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.